2 മാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മനോഹരമായ ഗവി വിനോദസഞ്ചാരികൾക്കായി വീണ്ടും തുറന്നുകൊടുത്തു. കഴിഞ്ഞ മാർച്ച് 10 വനംവകുപ്പ് ഗവിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നു താൽക്കാലികമായിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസമാണ് തുറന്നുകൊടുത്തത്. ഇപ്പോൾ ഇനി സ്വകാര്യ വാഹനങ്ങൾക്കും KSRTCയുടെ പാക്കേജ് ടൂറുകൾക്കും ഗവിയിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ സഞ്ചാരികൾ വന്നു തുടങ്ങി. ഇത്രയും നീണ്ട നിരോധനം എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. കാരണം ഗവി ടൂറിസത്തെ ആശ്രയിച്ച് ഒട്ടേറെ പേർ ജീവിക്കുന്നുണ്ടായിരുന്നു. അത് ബിസിനസ്സുകാരായ കച്ചവടക്കാരായാലും സാധാരണ ജനങ്ങളായാലും അതുപോലെ ഹോം സ്റ്റേകൾ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളവരായാലും അവർക്കെല്ലാം കഴിഞ്ഞ 2 മാസക്കാലത്തോളമായിട്ട് അവരുടെ ബിസിനസ്സുകളെല്ലാം നിലച്ച അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടായിരുന്നു. അതുപോലെ KSRTCയുടെ പാക്കേജ് ടൂർ നിർത്തലാക്കിയതുകൊണ്ട് KSRTCക്ക് വൻ വരുമാന നഷ്ടമാണ് ഉണ്ടായത്. നിർത്തലാക്കുന്നതിന് മുമ്പ് വരെ KSRTC 1000-ഓളം പാക്കേജ് സർവീസുകളാണ് ഗവിയിലേക്ക് പത്തനംതിട്ടയിൽ നിന്നും നടത്തിയത്. ഇപ്പോൾ വീണ്ടും പത്തനംതിട്ടയിൽ നിന്നും രാവിലെ 7 മണിക്ക് KSRTCയുടെ പാക്കേജ് ടൂർ പുറപ്പെട്ടു തുടങ്ങി. മറ്റ് ഡിപ്പോകളിൽ നിന്നും ബുക്ക് ചെയ്യുന്ന ബസ്സുകളും പത്തനംതിട്ട വന്നിട്ട് പത്തനംതിട്ടയിൽ മാറി കയറി ഗവിയിലേക്ക് പോകുന്ന സംവിധാനം ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. 1300 രൂപയാണ് അതിന് ബുക്കിംഗ് ചാർജ് KSRTCയുടെ പാക്കേജ് ടൂറിൽ. പിന്നെ സ്വകാര്യ വാഹനങ്ങൾ ഒരു ദിവസം 30 വാഹനങ്ങളാണ് കടത്തിവിടുന്നത്. അത് വനംവകുപ്പിന്റെ കക്കി ഗവി online.com ബുക്കിംഗ് സൈറ്റിൽ പോയിട്ട് നേരത്തെ റിസർവ് ചെയ്തിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകാൻ സാധിക്കും, പഴയ പോലെ തന്നെ. അപ്പോൾ ഗവി വീണ്ടും തുറന്നതോടെ അടച്ചിടാൻ കാരണം വേനൽ കടുത്തു, പുല്ലുകളെല്ലാം കരിഞ്ഞു, ഗവി പുൽമേടുകളിലെ വന്യമൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കാട്ടുതീ പടരും. അപ്പോൾ ആ സമയത്ത് വിനോദസഞ്ചാരികളെ കടത്തിവിട്ടാൽ അപകടമാണ് എന്നൊക്കെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് വനംവകുപ്പ് ഇത് നിരോധനം ഏർപ്പെടുത്തിയത്. പക്ഷേ നിരോധനം നീണ്ടുപോയപ്പോൾ മുറുമുറുപ്പുകൾ വന്നു. കാരണം ബിസിനസ് നഷ്ടപ്പെട്ടവർ, വരുമാനം ഇല്ലാണ്ടായവർ, ഗവി ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ പല കോണിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു. ഇപ്പോൾ മധ്യവേനലവധിക്ക് കുട്ടികളും രക്ഷിതാക്കളും ഗവിയിൽ പോകാനിരുന്നവർക്ക് സാധിച്ചില്ല. അതേപോലെ ഈ വിനോദസഞ്ചാരം ഇങ്ങനെ സ്ഥിരം പാക്കേജിൽ പോകുന്ന ദൂരെ നിന്ന് വരുന്നവർക്ക് പോകാൻ പറ്റാതെ വരുന്നു. ആകെയുള്ളത് 3 ഓർഡിനറി സർവീസ് മാത്രം KSRTCയിൽ. അത് ലൈൻ സർവീസ് ആയതുകൊണ്ട് അതെല്ലാം ദിവസവും ഓടുന്നുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടി ടൂറിസ്റ്റുകളിൽ ചിലരൊക്കെ അതിലാണ് ഗവിയിൽ ഇടയ്ക്ക് പോയി വന്നത്. അപ്പോൾ വീണ്ടും KSRTCയുടെ പാക്കേജ് ടൂർ ആരംഭിച്ചു കഴിഞ്ഞു. സ്വകാര്യ വാഹനങ്ങൾക്കും പത്തനംതിട്ടയിൽ നിന്നും ആങ്ങമൊഴിയിൽ എത്തി, ഗവിയുടെ കവാടമായ ആങ്ങമൊഴിയിൽ എത്തിയിട്ട് നേരെ ഈ 100 കിലോമീറ്ററോളം വരുന്ന വനയാത്ര, 5 ഡാമുകൾ, പിന്നെ പ്രകൃതി വീണ്ടും വേനൽമഴ വന്നപ്പോൾ പ്രകൃതിയിൽ വീണ്ടും തലപ്പുകൾ മുളച്ചു. കുറച്ചൊരു സമാശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വനംവകുപ്പ് പെട്ടെന്നല്ല ഇത്തിരി വൈകിയെങ്കിലും വീണ്ടും ഇപ്പോൾ ഗവി തുറന്നിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഒരു സന്തോഷ വാർത്തയാക്കിക്കൊണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗവിയിലേക്ക് ഇനി പോകാവുന്നതാണ്. ഏതായാലും ചുരുങ്ങിയ സമയം, ഇനി വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 1 മാസം, ജൂൺ ആദ്യം വരെ 1 മാസത്തോളം, ഒരു മാസത്തിലധികം സമയം ഈ വേനൽ മഴക്കാലത്ത് ഗവിയിൽ പോയി വരാവുന്നതാണ്. പിന്നീട് മൺസൂൺ ടൂറിസം ആരംഭിക്കും. മെയ് അവസാനം ജൂൺ ആദ്യം ആകുമ്പോഴേക്കും മഴ ടൂറിസത്തിന്റെ കാലമാവുകയാണ്. എന്തായാലും ഗവിയിലേക്ക് സഞ്ചാരികളെ വീണ്ടും സ്വാഗതം ചെയ്യും.